പറയാനുള്ള ഡയൻസെഫ്ലോണെ പറ്റിയാണ്. ഡയൻസെഫ്ലോൺ എന്താണെന്നുള്ള കാര്യം കേൾക്കാമോ? ഇനി നമുക്ക് പറയാനുള്ള ഡയൻസെഫ്ലോണിനെ പറ്റിയാണ്. ഡയൻസെഫ്ലോൺ 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു: തലാമസും ഹൈപ്പോ തലാമസും. ഡയൻസെഫ്ലോൺ സാധാരണയായിട്ട് നിൽക്കുന്നത് സെറിബ്രത്തിനും ബ്രെയിൻ സ്റ്റിമിനും ഇടയിലാണ്. അതിനകത്ത് തന്നെ തലാമസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇതിനെ റിലേ സ്റ്റേഷൻ അല്ലെ റിലേ സിസ്റ്റം എന്നൊക്കെ പറയാം. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ സെറിബ്രത്തിന്റെ ഒരു ഗേറ്റ് ആയിട്ടാണ് ഈ തലാമസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സെറിബ്രം നല്ല റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് തലാമസിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചേച്ചാണ് സെറിബ്രം റെസ്റ്റിലേക്ക് പോകുന്നത്. ഒരു സെക്യൂരിറ്റിയുടെ റോളാണ് തലാമസ് അവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ വന്ന് നമ്മളെ അന്വേഷിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി പറയും, ഇപ്പോൾ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം വാ. ബട്ട് ഒരു എമർജൻസി വന്നിരിക്കുന്നു, വീടിന് തീ പിടിക്കുന്നു, അല്ലെങ്കിൽ സംതിങ് എൽസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പെട്ടെന്ന് വന്ന് നമ്മളെ വിളിച്ചോളൂ. ഇതേ ഫംഗ്ഷനാണ് തലാമസ്. പിടിയില്ലേ? നോർമലായിട്ടുള്ള, അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നോർമലായിട്ട് ആരെങ്കിലും വന്നൊന്ന് വിളിക്കുകയോ പറയുകയോ ചെറിയ സൗണ്ട് ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. കാരണം ആ ആവേഗങ്ങളെ ഒന്നും തന്നെ തലാമസ് സെറിബ്രത്തിലേക്ക് കടത്തിവിടില്ല. അതേസമയം നമ്മളെ നല്ല രീതിയിൽ ഒന്ന് അടിക്കുകയോ ഉറക്ക വിളിക്കുകയോ കുലുക്കി വിളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തലാമസ് വിചാരിക്കും ഇതെന്തോ എമർജൻസിയാണ്, അത് അറിയിച്ചേക്കാം എന്ന് പറഞ്ഞ് സെറിബ്രത്തിനെ അറിയിക്കുന്നു. നമ്മൾ ഉണരും. ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്: വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ഈവൻ ആക്റ്റീവ് ഇൻ സ്ലീപ്പ്? Which of the following part of the brain is even active in sleep? ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന ബ്രെയിൻ്റെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ തലാമസ്. തലാമസ് ആണ് അതിൻ്റെ ആൻസർ. ഇനി ഹൈപ്പോ തലാമസിനെ പറ്റി പറയാം. ഹൈപ്പോ തലാമസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് റിഫ്ലക്സിനെ കൺട്രോൾ ചെയ്യുക, എൻഡോക്രൈൻ ഫങ്ഷൻസ് വേറെ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ പോലുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സറ്റേറ്റി സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. സറ്റേറ്റി സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ. ഇപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഡയറ്റീഷ്യനെ കാണാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ, അപ്പറ്റൈറ്റ് ഫ്ലൂയിഡ് ബാലൻസ്, അത്തരത്തിലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവർ കൊടുക്കുന്ന വലിയൊരു അഡ്വൈസ് ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പറയാം, ആഹാരം നിയന്ത്രിക്കാൻ പറയരുത്, അതെന്നെ കൊണ്ട് പറ്റില്ല. അവർ കൊടുക്കുന്ന ഒരു നല്ല അഡ്വൈസ് ഉണ്ട്: നിങ്ങൾക്ക് ഏത് ആഹാരമാണ് ഇഷ്ടം? ചോറാണെങ്കിൽ ചോറ്, പായസമാണെങ്കിൽ പായസം, അല്ല ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി. അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയും എടുത്തിട്ട് ഏകദേശം 45 മിനിറ്റ് അല്ലെ 1 മണിക്കൂറുമായിട്ട് കഴിക്കാൻ പറയും. അതിനുവേണ്ടി പറയാൻ സ്പൂണിലെടുത്ത് കഴിക്കാൻ പറയും കുറേശ്ശെ. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഇതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിലെ ഗ്ലൂക്കോസ് മൗത്ത് തൊട്ട് വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിലേക്ക് എന്ന് വെച്ചാൽ രക്തത്തിലേക്ക് കൊണ്ടുപോകും. രക്തത്തിലൂടെ ഈ സംഭവം ഒഴുകി ഹൈപ്പോതലാമസിലെത്തും. അപ്പോൾ ഹൈപ്പോതലാമസിലേക്ക് ഈ സെൻസ് കിട്ടുന്നതനുസരിച്ച് ഹൈപ്പോതലാമസ് സാറ്റിസ്ഫൈഡ് ആകുന്ന സമയത്ത്, സറ്റേറ്റി സെന്റർ സ്റ്റിമുലേറ്റ് ആകുന്ന സമയത്ത് ഒരു നിർദ്ദേശം താഴോട്ട് കൊടുക്കും: മതി. 45 മിനിറ്റ് കഴിക്കാനിരുന്ന ഇവൻ ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ, എന്നും കഴിക്കുന്നതിൻ്റെ പകുതി ചോറ് കഴിയുമ്പോഴത്തേക്ക് മതി എന്നുള്ള രീതിയിൽ വെച്ചിട്ട് മാറും. അവിടെ എത്തുമ്പോഴത്തേക്ക് സറ്റേറ്റി സെന്റർ സ്റ്റിമുലേറ്ററായി വേണ്ടാന്ന് വെക്കും. അപ്പം നമ്മൾ ഈ പായസം കുടിക്കത്തില്ലേ, പായസം നിങ്ങൾ സ്പൂണിൽ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റൊക്കെ ഒരു വലിയ പാത്രം നിറച്ച് പായസം എടുത്തു വെച്ചു ആദ്യത്തെ ആവേശത്തിൽ.
പതുക്കെ സ്പൂണിൽ ഇങ്ങനെ കോരി ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് വരും. പെട്ടെന്ന് തന്നെ നമ്മളത് കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കും, മതി എന്ന് പറയും. ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതേ പ്രതിഭാസം തന്നെയാണ് അവിടേക്കും. പിടിയില്ല. അതേ സമയം കൊണ്ട് സറ്റൈറ്റി സെന്റർ സ്റ്റിമുലേറ്റ് ആവുന്നു, കാര്യങ്ങൾ. അതിനു പകരം സറ്റൈറ്റി സെന്റർ അറിയുന്നതിന് മുമ്പ് ഒരു 2 പാത്രം അകത്തായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും. അവിടെ സറ്റൈറ്റി സെന്റർ നിരപരാധിയാണ്. പിടിയില്ല. 2 ഗ്ലാസ് പായസം സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന കൂട്ടം കുടിച്ചാൽ ഒന്നും ചെയ്യാനില്ല. പിടിയില്ല. അപ്പൊ ഇതാണ് അതിന്റെ മെക്കാനിസം. അതൊന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ബ്രെയിൻ സ്റ്റെമ്മിനെ പറ്റിയാണ്. അറിയാം, ബ്രെയിൻ സ്റ്റെം ഞാൻ പറഞ്ഞു, മിഡ് ബ്രെയിൻ. സ്ലോ ഈറ്റേഴ്സും എല്ലാ സ്ലോ ഈറ്റേഴ്സും ലീൻ ആവുമോ? ഇല്ല. ഇത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു 100 കണക്കിന് ടെക്നിക്കുകളിൽ ഒരു ടെക്നിക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മനസ്സിലായത്? നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നീതു ഇപ്പം എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ആളാണെന്ന് കരുതുക. അപ്പോൾ അപ്പുറത്ത് 5 മോളുണ്ട്. 5 മോള് നീതുവിനേക്കാളുള്ള ആഹാരം കഴിക്കുമ്പോൾ വളരെ ലീനായിട്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? നീതുവിന്റെ ശരീരത്തിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ 90% ഒബ്സർവ് ചെയ്യുമ്പോൾ അഞ്ജുവിന്റെ ശരീരത്തിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ 60% മാത്രമേ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടം തൊട്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങണം. ഡയസി എൻസൈം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം തൊട്ട് പരിശോധിച്ച് തുടങ്ങണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പിടികിട്ടിയോ നീതുവിന്? ഓക്കെ. അപ്പോൾ ബ്രെയിൻ സ്റ്റെമിന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്. അതൊന്നുകൂടെ ഒന്ന് ഇമേജ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തലാമസിന്റെ തൊട്ട് താഴെയാണ്. താഴെ മിഡ് ബ്രെയിൻ ഉണ്ട്.